പത്തനംതിട്ടയിൽ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിനിടെ ശബ്ദ തടസ്സം. സൗണ്ട് ബോക്സിലൂടെ അപശബ്ദം വന്നു. കണക്ഷനിലുള്ള തകരാറാണെന്ന് കണ്ടെത്തി തകരാർ പരിഹരിക്കാൻ ശ്രമം നടന്നെങ്കിലും വിജയിച്ചില്ല. ഇവിടെ സാമൂഹ്യ സൂചികയിൽ കേരളമാണ് 24 അവാർഡുകളാണ് സമ്മാനിച്ചത്. അപ്പോൾ കേരളത്തിന്റെ മികവിനുള്ള അംഗീകാരമാണ് ഇത്. നമ്മുടെ പൊതുവിദ്യാഭ്യാസവും പൊതുജനാരോഗ്യ കേന്ദ്രവും സമ്മാനാർഹമായി നമ്മുടെ നാടിന്റെ അടിസ്ഥാന ശാക്തീകരിച്ച് ഉപയോഗപ്പെടുത്തുന്ന ദരിയാണ്. പ്രവീൺ പുരുഷോത്തമനാണ് വിവരങ്ങളുമായി പത്തനംതിട്ടയിൽ നിന്ന് ചേരുന്നത്. പ്രവീൺ, ഇതാദ്യമല്ല മുഖ്യമന്ത്രിയും മൈക്കും സൗണ്ട് ബോക്സും തമ്മിൽ പ്രശ്നമുണ്ടാകുന്നത്. ആദ്യം നേരത്തെ മുഖ്യമന്ത്രിയുടെ ഈ പരിപാടിക്കിടെ ശബ്ദം പ്രശ്നമുണ്ടായതിൻ്റെ പേരിൽ മൈക്കിനും സൗണ്ട് ഓപ്പറേറ്റർക്കുമെതിരെ കേസെടുത്തു എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മൾ കണ്ടതാണ്. പിന്നീട് ഈ അടുത്ത കാലത്ത്, ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് കഴിഞ്ഞ ദിവസങ്ങളിൽ മുഖ്യമന്ത്രി സംസാരിക്കുന്നതിനിടെ ഒരു ആംപ്ലിഫയറിൽ നിന്ന് തീയും പുകയും വരികയും മുഖ്യമന്ത്രിയുടെ പ്രസംഗം തടസ്സപ്പെട്ടു. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി സംസാരിക്കുന്നതിനിടെ മൈക്ക് താഴ്ന്നു പോവുകയും ഇന്നലെ നടന്ന പരിപാടിയിൽ ആ മൈക്ക് സ്റ്റാൻഡിൽ കെട്ടിവെച്ചുകൊണ്ടാണ് പിന്നീട് മുഖ്യമന്ത്രി സംസാരിച്ചത്. ഇന്നിപ്പോൾ പത്തനംതിട്ടയിൽ എന്താണ് ഉണ്ടായത്? ബിനിൽ, ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് പത്തനംതിട്ടയിൽ 3 ഇടങ്ങളിലാണ് പ്രസംഗിക്കുന്നത്. അതിൽ ഒരു പൊതുപരിപാടി രാവിലെ അടൂരിൽ നടന്നു. ഈ പൊതുപരിപാടിക്ക് മുന്നോടിയായി പത്തനംതിട്ട അടൂരിലെ ഒരു സ്വകാര്യ ഹോട്ടലിൽ അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനം ഉണ്ടായിരുന്നു. ഈ വാർത്താ സമ്മേളനത്തിനിടെയാണ് മുഖ്യമന്ത്രിയുടെ മൈക്കിന് സമീപമുണ്ടായിരുന്ന സൗണ്ട് ബോക്സിൽ നിന്നും അപശബ്ദങ്ങൾ വന്നത്. നമുക്കറിയാം, മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വാർത്താ സമ്മേളനം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടന്നപ്പോൾ മൈക്കുമായി ബന്ധപ്പെട്ട പല സാങ്കേതിക പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. അതെല്ലാം സാമൂഹ്യ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ ദൃശ്യങ്ങളായി തന്നെ വന്നിരുന്നു. ഇന്നും സമാന രീതിയിലുള്ള ഒരു സംഭവമാണ് ഉണ്ടായത്. വാർത്താ സമ്മേളനം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥർ വിവിധ ടെലിവിഷൻ ചാനലുകളുടെ മൈക്കുകൾ ഉൾപ്പെടെ വിശദമായി പരിശോധിച്ചിരുന്നു. അതുമാത്രവുമല്ല, മുഖ്യമന്ത്രി വരുന്ന ആ സമയത്തിന് ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പ് വരെ സൗണ്ട് സിസ്റ്റം ഉൾപ്പെടെയുള്ളവ കാര്യക്ഷമമാണോ എന്നൊരു പരിശോധന കൂടി നടന്നിരുന്നു. അതിനുശേഷം കൃത്യം 9:30 രാവിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ വാർത്താ സമ്മേളനത്തിനായി ആ വാർത്താ സമ്മേളന ഹാളിലേക്ക് എത്തി. മുഖ്യമന്ത്രി സംസാരിച്ചു തുടങ്ങിയ ആദ്യ സമയം മുതൽ തന്നെ ആ സൗണ്ട് ബോക്സിൽ നിന്നും അപശബ്ദങ്ങൾ തുടർച്ചയായി വന്നിരുന്നു. ആദ്യഘട്ടത്തിൽ മുഖ്യമന്ത്രിക്ക് ഇത് മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നില്ല. കാരണം മുഖ്യമന്ത്രി ഇരിക്കുന്ന ആ വേദിയിൽ നിന്നും ഒരു 15 മീറ്ററോളം മാറിയാണ് ഈ സൗണ്ട് ബോക്സ് ഇരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ശബ്ദത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടെന്നുള്ള കാര്യം മുഖ്യമന്ത്രിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ ഈ സൗണ്ട് ബോക്സിന് സമീപം തന്നെ ഉദ്യോഗസ്ഥർ ഉണ്ടായിരുന്നു, അവിടെ ഹോട്ടൽ ജീവനക്കാർ ഉണ്ടായിരുന്നു. അത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ആ സ്വകാര്യ ഹോട്ടലിൻ്റെ തന്നെ ശബ്ദ സംവിധാനങ്ങളാണ് എന്നുള്ളതാണ്. തുടർച്ചയായി അപശബ്ദങ്ങൾ വന്നപ്പോൾ അത് ഏത് രീതിയിലെങ്കിലും നിയന്ത്രിക്കാനുള്ളൊരു ശ്രമം അവിടെ ഉണ്ടായിരുന്ന ജീവനക്കാർ ശ്രമിച്ചു. പക്ഷേ അത് നടന്നില്ല. പിന്നീട് ഒരു ഘട്ടത്തിൽ മുഖ്യമന്ത്രി തന്നെ നേരിട്ട് ഇത് മനസ്സിലായപ്പോൾ മാധ്യമപ്രവർത്തകരോട് ചോദിച്ചു, ഞാൻ പറയുന്നത് നിങ്ങൾക്ക് വ്യക്തമായി കേൾക്കാൻ കഴിയുന്നുണ്ടോ എന്ന്. കാരണം മുഖ്യമന്ത്രി ഇരിക്കുന്ന ആ ഇരിപ്പിടത്തിൽ നിന്നും മീറ്ററുകൾ മാറിയായിരുന്നു മാധ്യമപ്രവർത്തകർക്ക് സീറ്റ് ഇട്ടിരുന്നത്. അതുകൊണ്ട് തന്നെ സൗണ്ട് ബോക്സിലൂടെ ഉള്ള മുഖ്യമന്ത്രിയുടെ ശബ്ദം കേട്ടില്ലെങ്കിൽ അത് മാധ്യമപ്രവർത്തകർക്ക് അദ്ദേഹം എന്താണ് പറയുന്നതെന്ന് മനസ്സിലാക്കാൻ കഴിയുമായിരുന്നില്ല. അത് മനസ്സിലാക്കി തന്നെയാണ് മുഖ്യമന്ത്രി ചോദിച്ചത്, ഞാൻ പറയുന്നത് നിങ്ങൾക്ക് വ്യക്തമായി കേൾക്കുന്നുണ്ടോ എന്ന്. പിന്നീട് മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിലുടനീളം ഇത്തരത്തിൽ ശബ്ദത്തിന്റെ സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അവസാനം മുഖ്യമന്ത്രി വാർത്താ സമ്മേളനം നിർത്തി പോകുന്നത് വരെയും അത് തുടർന്നു. ഓക്കെ, അത് തുടർന്നെങ്കിലും മറ്റു പ്രതികരണങ്ങൾ മുഖ്യമന്ത്രി നടത്തിയിട്ടില്ല എന്നാണ് പ്രവീൺ പുരുഷോത്തമൻ റിപ്പോർട്ട് ചെയ്യുന്നത്. തുടർച്ചയായി ഈ സൗണ്ട് സിസ്റ്റം പ്രശ്നമുണ്ടാക്കുന്നത് കൊണ്ട് ഇന്ന് മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥർ, പേഴ്സണൽ സ്റ്റാഫിൽപ്പെട്ട ആളുകളെല്ലാം തന്നെ വിശദമായ പരിശോധന നടത്തിയാണ് വാർത്താ സമ്മേളനം തുടങ്ങിയെങ്കിൽ പോലും സൗണ്ട് ബോക്സ് ചതിക്കുകയായിരുന്നു എന്നാണ് പ്രവീൺ പുരുഷോത്തമൻ റിപ്പോർട്ട് ചെയ്യുന്നത്.